അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ നടക്കുന്ന 4ാം ക്ലാസ്സിലെ അഖീദയുടെ ചോദ്യപേപ്പർ, മോഡൽ ചോദ്യപേപ്പറും അതിന്റെ ഉത്തരങ്ങളുമാണ് ഇവിടെ കാണിക്കുന്നത്. 1. യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം എടുത്ത് പൂരിപ്പിക്കാനാണ് ചോദിക്കുക. ബ്രാക്കറ്റ് ഇവിടെ കൊടുത്തിട്ടില്ല, അതിനു പകരം ഉത്തരങ്ങൾ നേരിട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 1. അംബിയ മുർസലുകൾ 1,24,000. 2. മുർസലുകൾ 313. 3. ഉലുൽ അസ്മുകൾ 5. 4. ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകന്മാർ 25. 5. ഹാഫൂന അർഷിനെ ചുറ്റുന്നവർ. 6. ഹമലത്തുൽ അർഷിനെ ചുമക്കുന്നവർ. 7. ഫിഅ്ലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. 8. അള്ളാഹുവിന് വാജിബായ സിഫത്തുകൾ 20. ഇനി രണ്ടാമത്തെ ടൈപ്പ് ചോദ്യം, 2 വീതം എഴുതാം. 1. അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകൾ. 1. ഉജൂദ്, 2. കിദമ. രണ്ടാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ മുസ്തഹീലായ സിഫത്തുകൾ. 1. അദമ്, 2. ഹുദൂസ്. 3. മലക്കുകൾ. 2 മലക്കിന്റെ പേര് എഴുതുക. 1. റക്കീബ് അലൈഹിസ്സലാം, 2. അതീദ് അലൈഹിസ്സലാം. 3. പൂർത്തിയാക്കാം. സിഫത്തുകൾ അർത്ഥങ്ങളും പൂർത്തിയാക്കാം. സിദ്ക്ക് സത്യം പറയാം. ബലാദത്ത് ബുദ്ധിമാന്ദ്യം. ഫതാനത്ത് ബുദ്ധി കൂർമ്മത. കിത്മാനെ മറച്ചു വെക്കുക. അമാനത്ത് വിശ്വസ്തത. ഇനി 4ാമത്തെ ചോദ്യം, ഉത്തരം എഴുതാം. അംബിയ മുർസലുകളെ അള്ളാഹു തിരഞ്ഞെടുത്തു എന്തിനു വേണ്ടി? ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി. 2. സ്വർഗത്തെ കാക്കുന്ന മലക്കിന്റെ പേര് റിദ്വാൻ അലൈഹിസ്സലാം. 3. തൗഹീദ് എന്നാൽ എന്ത്? അവൻ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒരുവനാണെന്നും ആരാധനക്ക് അർഹൻ അവൻ മാത്രമാണെന്നും വിശ്വസിക്കലാണ് തൗഹീദ്. 4. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നമുക്ക് എത്തിച്ചു തന്നു ആര്? നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 5. അള്ളാഹു പൊറുക്കാത്ത വൻ പാപം ഏത്? ശിർക്ക്. 5 പൂർത്തിയാക്കാം. ഹും ആദമും ഇദ്രീസ് നൂഹുൻ ഹൂദുമാ സ്വാലിഹു വ ഇബ്രാഹിമു കുല്ലും മുത്തബ. 2. ശുഐബ് ഹാറൂന ഡാഷ് ശുഐബ് ഹാറൂനു വ മൂസ വൽ യസ ദുൽകിഫ്ലി ദാവൂദു സുലൈമാൻ തബ. 3. ലാ യസൂന ഡാഷ് ലാ യസൂനുല്ലാഹ മാ അമറഹും വ യഫ്അലൂന മാ യുഅ്മറൂൻ. ചിലപ്പോൾ ഓരോ ആയത്ത് ഹദീസ് പാഠപുസ്തകത്തിൽ കൊടുത്ത ആയത്ത് ഹദീസുകൾ അതിന്റെ അർത്ഥങ്ങളും ചോദിക്കാറുണ്ട്. അർത്ഥങ്ങളും പഠിക്കണം, ആയത്തുകളും ഹദീസുകളും കാണാതെ പഠിക്കുക. അത് 2 പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ബൈത്തുകള് പൂരിപ്പിക്കാൻ ചോദിക്കും. ബൈത്തുകളും പഠിച്ചിരിക്കണം. 4. ഇറാദത്ത് എന്ന ഡാഷ് എന്ന സിഫത്തുള്ള അള്ളാഹു മുരീദാകുന്നു. ഇറാദത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു മുരീദാകുന്നു. ഇനി 6. വിപരീതം എഴുതാം. സിഫത്തിന്റെ വിപരീതം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, അതും പഠിച്ചു വെക്കാം. ഖുദ്റത്ത് വിപരീതം അജിസ്. കൗനുഹു മുരീദൻ വിപരീതം കൗനുഹു കാരിഹ. 3. ബസർ വിപരീതം അമ്മ. 4. കൗനുഹു മുതകല്ലിമൻ വിപരീതം കൗനുഹു അബ്കമ. 7ാമത്തെ ചോദ്യം, അർത്ഥം എഴുതാം. തഅദ്ദുദ് ഒന്നിലധികമാവാം. 2. കൗനു അസമ കേൾവി ഇല്ലാത്തവനാവൽ. 3. കൗനു കാരിഹൻ ഉദ്ദേശം ഇല്ലാത്തവനാവൽ. ഓരോ സിഫത്തിന്റെയും അർത്ഥങ്ങളും പഠിച്ചു വെക്കണം, അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നാളെ നടക്കുന്ന പരീക്ഷയിൽ എല്ലാവർക്കും ഉന്നതമായ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.